ആയിരം സംവത്സരം കൊണ്ടു യാഗവും കൂടി നായകനവഭൃത സ്നാനവും ചെയ്തിടിനാൻ. നായകനവഭൃത സ്നാനവും ചെയ്തിടിനാൻ. വന്നിതു വസിഷ്ഠനും ഭൂപതി നിമിതാനുമന്നേരം നിദ്രാവശനായി കിടക്കുന്നുവല്ലോ. സൽക്കാരം ചെയ്യാഞ്ഞതും യാഗം ചെയ്തതു കൊണ്ടു മുൾക്കാമ്പിൽ ക്രോധം പൂണ്ടു ശപിച്ചു വസിഷ്ഠനും. ദേഹദേഹികൾ തമ്മിൽ വേറിട്ടു പോകയെന്നു സാഹസാൽ ശപിച്ചപ്പോടുണർന്നു നൃപേന്ദ്രനും. പിരിഞ്ഞു പോക ദേഹദേഹികൾ തമ്മിലെന്നു വിരിഞ്ച തനയനെ ശപിച്ചു നിമിതാനും. അന്യോന്യം ശാപമേറ്റു വായുഭൂതന്മാരായാർ മന്നവൻ താനും തഥാ വസിഷ്ഠമുനീന്ദ്രനും. താപസൻ വായുഭൂതനായി ചെന്നു ദാതാവിനെ താപേന കണ്ടു നിജ സങ്കടമറിയിച്ചാൻ. ഊർവശി തന്നിൽ മിത്രാവരുണബീജം കൊണ്ടു ദിവ്യമായൊരു ദേഹമുണ്ടാക്കിക്കൊള്ളുകയെന്നാൻ. മിത്രബീജവും പിന്നെ വരുണബീജത്തോടു യുക്തമായതു നേരമെടുത്തു കൂടാഞ്ഞവൾ കുംഭത്തിലാക്കിയിടിനാളിന്ദ്രിയദ്വയമപ്പോൾ. കുംഭത്തിൽ നിന്നു ഗമിച്ചിടിനാനഗസ്ത്യനും. പിൻപുടനുണ്ടായി വന്നു വസിഷ്ഠ ശരീരവും സംഭവിച്ചിതു മുനിശ്രേഷ്ഠന്മാരിരുവരും. മിത്രനുമുർവശിയെ ശപിച്ചാനതു കാലം മർത്യനു കളത്രമായി പോക നീ ചിരകാലം. അങ്ങനെ പുരൂരവാദനുടെ പത്നിയായാളങ്കനാശിരോമണി യാകുമുർവശി താനും നിമിതൻ ദേഹമുണ്ടാക്കാമെന്നു മുനികളും അമരന്മാരും ചൊന്നാരന്നേരം നിമി ചൊന്നാൻ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.